റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കടുത്ത സൈബർ ആക്രമണം. യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. ഇതിനു പിന്നാലെയാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപകമായി യുവതിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത്. സൈബർ ആക്രമണത്തിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതേസമയം അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി. കോൺഗ്രസുകാരല്ല സൈബർ ആക്രമണം നടത്തുന്നതെന്നാണ് VD സതീശൻ പറഞ്ഞത്. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കില്ല ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയ പാർട്ടി CPM ആണ്. വനിതാ മാധ്യമ പ്രവർത്തകർക്കില്ല തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ എല്ലാം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ, വാസ്തവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എത്രമാത്രം സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി CPM ഹാൻഡിലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CPM ഹാൻഡിലുകൾ നടത്തുന്ന എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം, ഇത് CPM ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവില്ല. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ സൈബർ ആക്രമണങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സൈബർ വിങ്ങുകൾ അത്തരത്തിൽ ആക്രമണം നടത്താറുണ്ട്. ഇത് പക്ഷേ ഔദ്യോഗിക ഹാൻഡിൽ നിന്ന് തന്നെ അത്തരമൊരു നിർദ്ദേശം പോയി എന്നതിന്റെ തെളിവുകളാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുകയും യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രങ്ങൾ പ്രചരിക്കുകയും ചെയ്തത്? അതുതന്നെയാണ് സ്മൃതി. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് വ്യാപകമായി ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇത് KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ ഔദ്യോഗികമായിട്ടുള്ളവരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിൽ നിന്നാണ് ഇത് പുറത്തേക്ക് വന്നത് എന്നതിൻ്റെ തെളിവ് റിപ്പോർട്ടറിന് കിട്ടിയത്. ഇതിൽ പ്രധാനമായിട്ടുള്ളവർ സ്മൃതി, റെനീഷ് തുരുത്തിക്കാടൻ, ജിജോ മാത്യു, സന്ദീപ് വാഴക്കാട് തുടങ്ങിയ പേരുള്ളവരെല്ലാം ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ആ മീഡിയ ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ടായി ഇട്ടിരിക്കുന്നത്. ആ രീതിയിൽ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനവും ഒപ്പം താൻ ഇത് ചെയ്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളുമാണ് ഈ ഗ്രൂപ്പിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും 1-2 ഗ്രൂപ്പുകളിലല്ല സ്മൃതി, സംസ്ഥാന വ്യാപകമായി വലിയ തോതിൽ ഇങ്ങനെയുള്ള പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന ഇതിൽ അഡ്മിനായിട്ടുള്ളവരെ പലരെയും പരിശോധിച്ചാൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഏറ്റവും അടുത്ത അനുയായികളാണ് എന്ന കാര്യത്തിലേക്കാണ് വരുന്നത്. ഇതിലിപ്പോൾ പെൺകുട്ടി ചെയ്തത്, പെൺകുട്ടി ഇന്നലെ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അതിന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. സൈബർ ആക്രമണം കടുത്തതോടുകൂടിയാണ് പെൺകുട്ടിക്ക് അങ്ങനെ മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ഈ ഗ്രൂപ്പുകളിലെല്ലാം ഈ രീതിയിലുള്ള പോസ്റ്ററുകൾ ഇങ്ങനെ പ്രവഹിക്കുകയാണ്. യഥേഷ്ടം സാമൂഹിക മാധ്യമങ്ങളിൽ പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടി ഒടുവിൽ പോലീസിന് പരാതി കൊടുക്കുന്ന നിലയിലേക്ക് വന്നത്. അങ്ങനെ ഇരയുടെ പേരും പടവും വെളിപ്പെടുത്തുക എന്ന ഉദ്ദേശവും നിർദ്ദേശവും ഈ ഗ്രൂപ്പുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മൃതി, പ്രസാദ്, ഇത് കൂടാതെ ഇപ്പോൾ ഈ സൈബർ ആക്രമണങ്ങളിൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിലപാടെടുത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയുമുണ്ട്. അതും ഈ തരത്തിലുള്ള ഹാൻഡിലുകളിൽ നിന്നാണെന്നാണോ നമുക്കറിയാനാകുന്നത്? അതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല സ്മൃതി. ആ തെളിവുകളും വൈകാതെ നമ്മുടെ കയ്യിലേക്ക് എത്തും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇതിലൊരു വിഭാഗം നേരിട്ടല്ലാതെ ഇവരുടെ പ്രേരണയോടുകൂടി അവർക്കെതിരായ സൈബർ ആക്രമണം തുടരുന്നുണ്ട് എന്ന വസ്തുത നമുക്ക് മുന്നിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയില്ല. നമ്മളത് ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് സ്മൃതി. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ VD സതീശനെതിരെയൊക്കെ ഉൾപ്പെടെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ വലിയ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ഇതെല്ലാം ഏതെങ്കിലും രീതിയിൽ CPM സൈബർ പോരാളികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ BJP സൈബർ പോരാളികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതല്ല. ഇത് കൃത്യമായി കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിപ്പോൾ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സ്ക്രീൻഷോട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം ഈ നേതാക്കൾക്കും അറിയാം. അതുപോലെ തന്നെ ഇത് കാണുന്ന മറ്റ് കോൺഗ്രസുകാർക്കും അറിയാം. ശ്രുതി, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.